തീം ഓർ പ്രോപ്പർട്ടി റൗണ്ടിൽ അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യുന്നു. ലാവണ്യ രഞ്ജിത്ത്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചത്തെ ഫീഡ്ബാക്ക്? അതായത് ലാവണ്യക്ക് ലഭിച്ച ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും നല്ല ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകളുണ്ട്. വെരി ഗുഡ്. എന്തായാലും അതൊക്കെ അറിയുന്നത് നല്ല കാര്യമാണ് അല്ലേ? എന്താണ് ഈ റൗണ്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീം ആണോ അതോ പ്രോപ്പർട്ടി ആണോ അതോ തീമും പ്രോപ്പർട്ടിയും കൂടി ചേർന്നുള്ള തീമുണ്ട്, പിന്നെ അതിന് സൂട്ടബിൾ ആയിട്ട് പോകുന്ന 1-2 പോവർട്ടി ആണോ പോവർട്ടി അല്ല അതോ തീവട്ടിയാണോ? തീമും രണ്ടുമല്ല, സംതിങ് ലൈക്ക് ദാറ്റ്. എനിവേ, ഞാനത് ചോദിച്ച എൻ്റെ ഒരു എന്താ പറയുക, സസ്പെൻസ് കളയുന്നില്ല. ജഡ്ജസിനോട് ഇൻട്രാക്ട് ചെയ്യാം. കോസ്റ്റ്യൂം വളരെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു ലാവണ്യ. താങ്ക് യു മാം. ഒരു സ്റ്റോറി ഉണ്ടാവും അല്ലേ? സ്റ്റോറി ഇല്ല, ബേസിക്കലി പൊല്യൂഷനെ ആസ്പദമാക്കിയിട്ടാണ്. ഭൂമിദേവിയുടെ കഷ്ടപ്പാടുകൾ ഒരു ട്രഡീഷണൽ ആയിട്ടും പിന്നെ ഇന്നത്തെ മോഡേൺ ഏറിയും ഒരു കണ്ടംപററി കോമ്പിനേഷനാണ് പലതിൻ്റെയും. ഓൾ ദി ബെസ്റ്റ് ലാവണ്യ. താങ്ക് യു മാം. നമസ്കാരം ലാവണ്യ. നമസ്കാരം സാർ. വിശാലമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണല്ലോ ലാവണ്യ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നമസ്കാരം ലാവണ്യ. നമസ്കാരം. പ്രോപ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അതോ സ്റ്റോറി തന്നെ പറഞ്ഞു പോകാം എന്നുള്ള രീതിയിലാണോ? അങ്ങനെയല്ല, ഒരു സിഗ്നിഫൈ ചെയ്യുന്ന പ്രോപ്സ് ഉണ്ട്, പക്ഷെ തീമാണ് ഇമ്പോർട്ടൻറ്റ്. ശരി, ഓക്കെ. ഇതെങ്ങനെ പഠിപ്പിച്ചതാണോ ആരെങ്കിലും? തോട്ട് ആരുടെയായിരുന്നു? തോട്ടുണ്ട്, പിന്നെ തോട്ട് ആരുടേതാണ്? ടു സം എൻ്റെ ഒരു സിസ്റ്റർ ഇൻ ലോൻ്റെ ഒരു കൊളീഗ്, ഒരു ടീച്ചറുണ്ട്. ഓക്കെ. അവരുടെ തോട്ട്, പല കൊറിയോഗ്രാഫേഴ്സിൻ്റെ സപ്പോർട്ട്, ശരി, ഒരു കോമ്പിനേഷനാണ്. ഓക്കെ. ലാവണ്യയുടെ ഇൻപുട്ട് എന്താണ് അതിൽ? പെർഫോമൻസ് കഴിഞ്ഞ് പറയാം അല്ലേ? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തീമാണ്. ശരി. അപ്പോൾ എന്തായാലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം പാഷനാണ്. അത് ലാവണ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.